ഹുദൈബിയ്യ സന്ധിയുടെ ഉടമ്പടി പ്രകാരം ഉംറത്തുൽ ഖളാഇനു വേണ്ടി മക്കയിലെത്തിയതാണ് പ്രവാചകരും സംഘവും. കാലങ്ങൾക്ക് ശേഷം മക്കയിലെത്തിയ പ്രവാചകരും സംഘവും ഓർമ്മകൾ അയവിറക്കുന്നതിനിടയ്ക്ക് ഖാലിദ് ബിൻ വലീദ് എന്ന ധീരനായ ഖുറൈശി പോരാളിയെ ഓർത്തു. ഉഹദിൻ്റെ രണാങ്കളത്തിൽ തങ്ങൾക്ക് തിരിച്ചടി നൽകിയ ഖാലിദ് എന്ന ആ ഒരു യോദ്ധാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ വലിയ സ്ഥാനങ്ങൾ നൽകാമായിരുന്നുവെന്നും ബുദ്ധിശാലിയായ ഖാലിദിനെ പോലുള്ളവർ ഇസ്ലാം സ്വീകരിക്കാത്തത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും പ്രവാചകർ സ്വഹാബത്തിന് മുമ്പിൽ വെച്ച് പറയുകയുണ്ടായി. കൂട്ടത്തിലുണ്ടായിരുന്ന ഖാലിദിൻ്റെ സഹോദരൻ വലീദ് പ്രവാചക താൽപ്പര്യം ഒരു കത്തിലൂടെ ഖാലിദിനെ അറിയിച്ചു. പ്രവാചകരോടുള്ള തൻ്റെ താൽപ്പര്യം കൂട്ടുകാരെ അറിയിച്ചു. പക്ഷേ കൂട്ടുകാരിൽ സുഫ്വാൻ ബിൻ ഉമയ്യയും ഇക്രിമത്ത് ബിൻ അബീ ജഹലും അതിന് വഴങ്ങിയില്ല. മറ്റൊരു കൂട്ടുകാരൻ ഉസ്മാൻ ബിൻ തുൽഹ സമ്മതം മൂളിയതോടെ അവർ രണ്ടുപേരും മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ അംർ ബിൻ ആസിനെ കൂടി വഴിയിൽ വെച്ച് കണ്ടു. അങ്ങനെ 3 പേരും മദീനയിലെത്തിയപ്പോൾ പ്രവാചകർ അവരെ വളരെ ഹൃദ്യമായി സ്വീകരിച്ചു. അതോടുകൂടി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ അസദുള്ളയായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മാറി.